അപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇതാണ്. അപ്പോൾ ഹോളും കാര്യങ്ങളും കിട്ടാൻ ഇതിൻ്റെ ലുക്ക് അങ്ങ് പോകും. അതാണ് ഞാൻ ഹോളില്ലാതെ ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഷീറ്റ് റെഡിയായി. എന്താ ആന അടിച്ചാൽ പറ്റില്ല, ടൈറ്റായിട്ട് ഒരു പേടി നമ്പർ ഒരു പോകത്തില്ല. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ജെൽ നമ്പർ പ്ലേറ്റ് ആണ്, നമ്മൾ F1 നമ്പർ പ്ലേറ്റ് എന്ന് പറയും. അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് നമ്മൾ ഹോളൊന്നും ഇല്ലാതെ ഈ ഒരു വണ്ടി സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ പോകാം. ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പോൾ ഫോളോ ചെയ്യാത്ത അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റങ്ങൾ കിട്ടാൻ അതിൻ്റെ അകത്താണ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ വരും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഒന്നുകൂടെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ബോക്സ് പൊട്ടിക്കുകയാണ്. ഇതിനകത്ത് വേറെ കവറുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് രണ്ടാമത്തെ തവണ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇതാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ സംഭവം? യൂട്യൂബിൻ്റെ ഒരു സിമ്പലും പിന്നെ എൻ്റെ പേരും എടുത്തിട്ടുണ്ട്. മുകളിൽ പൾസർ 220 എഴുതിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് സെയിമാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോളും കാര്യങ്ങളും കിട്ടാൻ ഇതിൻ്റെ ലുക്ക് അങ്ങ് പോകും. അതാണ് ഞാൻ ഹോളില്ലാതെ ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയത്. കുറേ നേരം ആലോചിച്ചിട്ടാണ് ആ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. വേറൊരു പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ പാക്കറ്റ്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീച്ചനാണ്, വണ്ടിയുടെ നമ്പർ വെച്ചിട്ടുള്ള കീച്ചനാണ്. പിന്നെ ഇത് ഫ്രീ ആണ് കേട്ടോ. ഈ നമ്പർ പ്ലേറ്റ് വാങ്ങിച്ചാൽ അല്ലാതെ ഫ്രീ ആണ്. ഞാൻ ഈ നമ്പർ പ്ലേറ്റ് വാങ്ങിച്ച് പറഞ്ഞില്ലേ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ BFRC ജെൽ നമ്പർ പ്ലേറ്റ് എന്ന് പറയും. ഈ നമ്പർ പ്ലേറ്റിൻ്റെ പേരാണ് F1 നമ്പർ പ്ലേറ്റ് എന്ന് പറയും, ജെൽ നമ്പർ പ്ലേറ്റ് എന്ന് പറയും. നമുക്ക് ഈ ഒരു മോഡൽ കാർബൺ ഫൈബറുടെ സ്റ്റിക്കറാ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സ്റ്റിക്കറൊക്കെ അവർ അടിച്ചു തരും. മോഡൽ ഇത് മാത്രമല്ല, എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട മോഡലാണ് ഞാൻ ആക്കിയത്. നിങ്ങൾ പറയുന്ന മോഡൽ അവർ ചെയ്ത് തരും കേട്ടോ. ഇപ്പോൾ 2200 അവരെ റേറ്റ്, ഫ്രണ്ട് ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ റേറ്റ്. ഇതിപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്പർ പ്ലേറ്റ് കിട്ടിയത്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇതിനൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാകുന്ന എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആരാണെങ്കിൽ എൻ്റെ പേരോട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റും പിന്നെ അല്ലാതെ പേഴ്സണലായിട്ട് ഒന്ന് ചോദിച്ചായിരുന്നു ഈ ഒരു നമ്പർ പ്ലേറ്റ് വെച്ചാൽ ഇമ്മീഡിയറ്റ് പണി വരുമെന്ന്. സംഭവം F1 നമ്പർ പ്ലേറ്റാണ്. ഇത് പെർമിറ്റ് ഉള്ള നമ്പർ പ്ലേറ്റാണ്. ഈ ഒരു ഹണികോമിൻ്റെ ഡിസൈനൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടാ, തേനീച്ച കൂടെ കണക്കിരിക്കും. ഇത് റിഫ്ലക്ടറാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ രാത്രിയൊക്കെ കുറച്ച് റിഫ്ലക്ടറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും മറ്റേ തേനീച്ച കൂടെ കണക്കത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മാറ്റുമ്പോൾ കാർബൺ ഫൈബറാണോ അതും ചെയ്തു തരും. പിന്നെ പണി തരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്തെ പേര് ട്യൂബ് ചാനലിലെ പേര് ഈ പൾസർ 220 അതൊക്കെ പണി തരത്തുള്ളൂ. അല്ലാതെ ഈ ഒരു ഡിസൈനൊന്നും പണി തരാൻ സാധ്യതയില്ല. പിന്നെ ഈ ഒരു ഫോണ്ട് സ്റ്റൈല് നിയമപ്രകാരമാണെന്ന് വെച്ചാൽ അല്ലെന്നാണ് തോന്നുന്നത്. ഫോണ്ട് സ്റ്റൈലൊക്കെ മാറി നമുക്ക് ഇഷ്ടമുള്ളതാണ് കാക്കാം. പക്ഷേ അതിനൊക്കെ പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പണിയിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മോഡലിന് പണിയിട്ടാൻ ചാൻസ് ഇല്ല. ഈ F1 നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ പ്ലേറ്റും വരും, പിന്നെ പഞ്ചിങ് നമ്പർ പ്ലേറ്റും വരും. ഇതൊക്കെ പെർമിറ്റ് ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്നാണ് ഒരു ഗ്ലാസ് അല്ല, ഒരു ഒരു ഗ്ലാസ് കണക്കത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ലുക്കുകൾ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ട് എനിക്ക് ഹോൾഡ് ആ ഒരു മനസ്സിടുന്നില്ല. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾ ഇല്ലാതെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ബാക്കിൽ ഇതിനകത്ത് ഒരു രണ്ട് ഷീറ്റ് വെക്കും കേട്ടോ. വെച്ചാൽ ഇതിപ്പോൾ ഫ്രണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ ഷീറ്റാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബാക്ക് ഷീറ്റ് വയ്ക്കും. ഇതിപ്പോൾ അലുമിനിയം പീസാണ് കേട്ടോ. അലുമിനിയം ആകുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് വെയിറ്റ് കുറവായിരിക്കും. നമ്മൾ ബാക്കിൽ നമ്പർ പ്ലേറ്റ് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ടൈൽറ്റഡിയൊക്കെ വയ്ക്കുമ്പോൾ വെയിറ്റ് കൂടുതലായ ഷീറ്റൊക്കെ വെച്ചാൽ പെട്ടെന്ന് ആടി ഒലഞ്ഞൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അലുമിനിയം ആകുമ്പോൾ അങ്ങനെ ഒടിയത്തില്ല. പിന്നെ ഒരു സൈഡ് ഇതിനൊക്കെ ഒരു കുളം ഉണ്ട്, അതുകൊണ്ട് പൊങ്ങി തള്ളിയിരിക്കും. പക്ഷേ ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലെയിൻ സൈഡിലാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോണത്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റിൻ്റെ ഷീറ്റ് ഇപ്പോൾ റെഡി ആയിട്ടാ. അതവിടെ കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഷീറ്റ് അതിൽ നിന്ന് വെട്ടിയെടുക്കാൻ കേട്ടോ. അതിൽ നിന്നല്ല, അതിൽ നിന്ന് വേറെ പീസിൽ നിന്നാണ് വെട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ സൈസിലും നമ്മൾ ഈ അലുമിനിയം ഷീറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വെയിറ്റ് ഇല്ല, അതുപോലെ തന്നെ വിലക്കുറവാണ് കേട്ടോ. വെയിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കാരണം ആടി ചിലപ്പം ഈ ടൈറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അതിന് നെട്ടും കാര്യങ്ങളൊക്കെ ലൂസാവും. അതുകൊണ്ട് മാക്സിമം ഒന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഈ നമ്പർ പ്ലേറ്റിന് വെയിറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഫുള്ളൊന്ന് വെയിറ്റ്ലെസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഗൈസ്, അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾസൈഡ് ടേപ്പ് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിലൊക്കെ ഒരു തിരക്കിയാണ്. ഡബിൾസൈഡ് ടേപ്പ് ഉണ്ടോ? അതല്ല, മറ്റേ 3mm ഇല്ലല്ലേ? ഇപ്പോണ്ടാ അല്ല, വാങ്ങിക്കണം. വീഡിയോ ചെയ്തോണ്ടിരിക്കണം ഇതിൻ്റെ. ഓ, ഈ കൊണ്ടുവരാം. ആവശ്യം വരും ഇവിടെ. ഓ, ഇത് എത്രയാണ്? അല്ലെ, ഓക്കെ. അപ്പം നമ്മൾ സ്റ്റിക്കർ നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തന്നത് കേട്ടോ. അപ്പോൾ പൈസ ഒന്നും വാങ്ങിച്ചില്ല, ഒട്ടിച്ചിട്ട് കൊണ്ടുവന്നാൽ ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഡ്രൈവറിൻ്റെ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കർ ഈ ഒരു പീസിൽ ഫുള്ളൊന്ന് ഒട്ടിച്ചിട്ട്
ഈ നമ്പർ ബോർഡ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് 2 ഹോൾ ഇട്ടിട്ട് ഒരു നെട്ടും ബോൾട്ട് കയറ്റാനുള്ള സൈസിന് ഇവിടെ 2 ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഹോൾ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ഒരു 10ൻ്റെ ഈ ഒരു ബോൾട്ട് വാങ്ങില്ല, നമ്മൾ മൈനസ് ബോൾട്ട് കിട്ടും എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ബോൾട്ട്. ഈ ഒരു ബോൾട്ട് വാങ്ങിച്ചാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ നേരത്തെ അവിടെ ഒരു തള്ളലാണ്, അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഒട്ടത്തില്ല. ഫ്ലാറ്റ് നെട്ടാകുമ്പോൾ പക്കായിട്ട് ഒട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ആദ്യം നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് ഊരി എടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇളക്കിയെടുത്ത് ഇതിൻ്റെ അകത്ത് തന്നെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ടേപ്പ് ഒട്ടിക്കാനേ. ഈ റൈറ്റ് സൈഡിനകത്ത് ഇവിടെ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്താലും മതി, നമുക്ക് ആ പട്ട വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഇളക്കിയപ്പോഴാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്, അപ്പം ടേപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചാലും മതി. അപ്പം ഞാൻ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്താനാണ്. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. മറ്റേ ഈ റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ഒട്ടിക്കാനുള്ള പോർഷൻ നിങ്ങളുടെ സ്റ്റോക്ക് ബൈക്ക് ഇല്ലെങ്കിൽ അതിനകത്തൊരു പട്ട വാങ്ങിച്ച് മൈനസ് ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ടേപ്പ് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൻ്റെ മുകളിലാണ് ബാക്ക് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3mm ഈ ടേപ്പ് ഈ ഒരു പീസിൽ കട്ട് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ. ഈ ഒരു പീസ് ഫുള്ള് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ്. നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ ഇതിൻ്റെ കറക്റ്റ് അളവാണ്, പക്ക സൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങാറ്റം തൊട്ട് ഇങ്ങാറ്റം വരെ നമുക്ക് ടേപ്പ് ഒട്ടിച്ച് ലെവലാക്കി എടുക്കാം. അടിയിലത്തെ പീസും ഫുള്ള് കവറാക്കി എടുക്കാം. നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തുകൂടെ ഒരു കുറച്ച് 1-2 ഷീറ്റ് വെട്ടി ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം, കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ടാസ്ക് ഇത് ഒട്ടിക്കുന്നത് ഒരു ശകല അളവ് തെറ്റിയാൽ ഇത് അവിടെ ഇരുന്ന് ഒട്ടിപ്പോകും, പിന്നെ ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് നോക്കി വേണം ഇതിൻ്റെ സെൻറ്ററായിട്ട് വെച്ച് ഇത് ഒട്ടിക്കാൻ. ഓക്കെ, കറക്റ്റാണ്. അതുകൊണ്ട് എന്തായാലും നല്ല ചേർത്ത് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതിനോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആന അടിച്ചാലും പറ്റില്ല, ടൈറ്റായിട്ട് ഒരു പോയാലും നമ്പർ ഒരു പോകത്തില്ല, അമ്മാതി ടൈറ്റ്. ഓക്കെ, അപ്പോൾ ബാക്കിലത്തെ സാധനം സെറ്റാക്കി ഇരുന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ നമുക്ക് സെറ്റ് ചെയ്യാം. സംഭവം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടേപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ട് നമ്പർ പ്ലേറ്റ് ഇതിന് ഡയറക്റ്റും ഫിറ്റ് ചെയ്താൽ മതി. നമ്മൾ സ്ക്രൂ ടൈറ്റ് അല്ലെങ്കിൽ മറ്റേ പട്ടയും വെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഇത്രയും ടൈറ്റ് കിടക്കണം. നോക്കി, ഇത്രയും ടൈറ്റ് കിടപ്പുണ്ട്, ഇത്രയും ടൈറ്റ് ഉണ്ട്, ഇത്രയും വീതി കിടപ്പുണ്ട്. അപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ നമ്മൾ ബാക്കി ഒട്ടിച്ചത് കണ്ടു കിടന്നു വെച്ചാൽ അമ്മാതിരി സ്ട്രോങ് ആയി. ആ ഒരു കുറച്ച് ഭാഗത്ത് ഒട്ടിച്ചപ്പോൾ തന്നെ കണ്ടാ, ഒരിക്കലും ഇളകത്തില്ല സംഭവം. അപ്പോൾ ഫ്രണ്ടിൽ ആ പീസിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്താൽ അത് അടിപൊളിയായിട്ട് ഇരിക്കും. വെറുതെ നമുക്ക് ഈ പട്ട വെറുതെ വെട്ടേണ്ടായിരുന്നു. നമ്മൾ വെൽഡിങ് കടയിൽ പോയി ഉണ്ടാക്കിയ പട്ട ഇത് വേസ്റ്റായി പോയിട്ടാ. ഞാൻ എന്തായാലും ഇത് ചെയ്തില്ല. ഇതിൻ്റെ അതിന് ഈ സിൽവർ കളർ ഇനി ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം, അങ്ങനത്തെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അതിലും പേര് മറ്റേ തന്നെ ടേപ്പ് അടിച്ച് സെറ്റ് ചെയ്തായിരിക്കും നല്ലത്, കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഐഡിയ വെക്കാം. അപ്പോൾ ഇത് ഫ്ലോപ്പായി പോയി. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേറ്റിലാണ് നമ്മളപ്പം നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഏതിന് ആരെടുത്ത് ആഹാ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് അപ്പോൾ ടേപ്പ് തീർന്നു കേട്ടോ. ഇത്രയും കൂടെ ഉള്ളു. ഇപ്പോൾ അവന്മാർ ഒട്ടിച്ചിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. തിരിച്ച് കൊണ്ടുവരാൻ ഇനി കാണാം എന്തോ. അപ്പം ഇനിയിപ്പോൾ ഇളകി ഇതിൻ്റെ അത് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒറ്റ ഒട്ടിപ്പില്ലെങ്കിൽ ഒട്ടിയാൽ ഒട്ടി, പിന്നെ ഇളക്കാൻ നിൽക്കല്ലേ. ഇളക്കാൻ നിന്നാൽ പണിയിട്ട്. ഓക്കെ, കാറ്റ് സെൻറ്റർ ആണെന്ന് വിശ്വസിക്കുന്നു. ലാമ്പക്കാരൻ തിരിഞ്ഞു പോയാ പണി കിട്ടിയില്ലല്ലോ. അകത്തന്നെ. അപ്പോൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് ഇനി അളവ് തെറ്റാനും ഇല്ലെങ്കിലും അവിടെ ഇരുന്നോളും, ഒന്നും ചെയ്യാൻ പോകില്ല.
ഇത് ഇളക്കണമെങ്കിൽ ഇത്തിരി പാടാണ് കേട്ടോ സംഭവം. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. 3mm സ്റ്റിക്കർ നല്ല പശയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ അതോടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഈ ഒരു പട്ടയൊക്കെ എടുത്താൽ. അപ്പോൾ നമ്പർ പ്ലേറ്റ് കൊണ്ട് വെച്ചത് സംഭവം ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ആധാർ ലുക്കാണ്. മാത്രമല്ല ഇത് പെട്ടെന്ന് തുരുമ്പെടുക്കുക അങ്ങനത്തെ ടൈപ്പൊന്നുമില്ല കേട്ടോ. തുരുമ്പെടുക്കാൻ പറ്റിയ ഈ മെറ്റൽ പീസിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അഴുക്ക് ഒറ്റിയാലും പെട്ടെന്ന് തുടച്ചാൽ പോകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ സൗണ്ട് കഴിക്കില്ലേ? അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുമായിരിക്കും ഗുഡ് ബൈ. ഒരു ബാക്കിൽ കോസ്റ്റാണ് കേട്ടോ.